നമസ്കാരം. യോഗ് അപ്രീസിയേഷൻ പ്രോഗ്രാമിന്റെ ആദ്യ ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. വരൂ, പ്രാർത്ഥനയോടെ നമുക്ക് യോഗാരംഭം ആരംഭിക്കാം. ഏതെങ്കിലും സുഖപ്രദവും ധ്യാനാത്മകവുമായ ആസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. കൈകൾ നമസ്കാരം മുദ്രയിൽ. നീണ്ട ഒരു ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഓം എന്ന് ഉച്ചരിക്കുക. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. ഓം സംഗച്ഛത്വം സംവദത്വം സംവോ മനാസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനനാന ഉപാസതേ സഞ്ജാനന ഉപാസതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇപ്പോൾ പതുക്കെ രണ്ട് കൈകളും കണ്ണുകളുടെ മേളിൽ വയ്ക്കുക. പതുക്കെ കൈമാറ്റുക. എന്നിട്ട് കണ്ണു തുറക്കുക. ഇനി ചലനക്രിയകൾ അഭ്യസിക്കുവാൻ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ചലനക്രിയകളുടെ അഭ്യാസം നിങ്ങളുടെ ശരീരം കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു. ഏറ്റവും ആദ്യം കഴുത്തിന്റെ വ്യായാമം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രദ്ധിക്കുക, കഴുത്തുവേദനയുള്ള വ്യക്തി ഈ വ്യായാമം ശ്രദ്ധയോടെ ചെയ്യുക. കാലുകൾ 2 ഇഞ്ച് ദൂരത്തിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വ്യായാമം തുടങ്ങാം. കഴുത്ത് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്ന വ്യായാമം. നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ ഇടുപ്പിൽ വയ്ക്കുക. ഇനി ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് തല മുന്നിലേക്ക് കുനിക്കുക. നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ ഒരു വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ തല തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല പിന്നിലേക്ക് വളയ്ക്കുക. കഴുത്തിന് മുൻഭാഗത്ത് നിങ്ങൾക്ക് വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്തുകൊണ്ട് തല മുന്നോട്ട് കൊണ്ടുവരിക. വീണ്ടും ഇത് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പതുക്കെ കുനിക്കാം. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പിന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് വളയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് മുന്നിലേക്ക്. ഇനി പതുക്കെ കഴുത്ത് ഇടത്തേക്കും വലത്തേക്കും തിരിക്കാനുള്ള വ്യായാമത്തിനായി തയ്യാറെടുക്കുക. ശ്വാസമെടുക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് ചെരിക്കുക. വലതുഭാഗത്തുള്ള ചെവി വലത്തെ തോളിൽ തൊടുവാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടതുഭാഗത്തേക്ക് ചരിക്കുക. ഇടതു ചെവി ഇടതു തോളിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് ചരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് ചരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തേക്ക് ചരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പതുക്കെ
പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. ഇനി ശിരസ് ഇടത്തേക്കും വലത്തേക്കും തിരിക്കുന്ന വ്യായാമം. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് തിരിക്കുക. നിങ്ങളുടെ താടി വലത് ചെവിയുടെ സ്ഥാനത്തെത്തണം. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പതുക്കെ തിരികെ കൊണ്ടുവരിക. ഒരു തവണ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടതുവശത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലതുവശത്തേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടതുവശത്തേക്ക്. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ശിരസ് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇനി കഴുത്ത് വട്ടത്തിൽ കറക്കുന്ന വ്യായാമം ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് കുനിക്കാം. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് ഘടികാരദിശയിൽ തിരിക്കാം. പതുക്കെ പതുക്കെ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ഈ വ്യായാമം ചെയ്യാം. ശ്വാസമെടുത്തുകൊണ്ട് പിറകിലേക്ക്. ഇനി ശ്വാസം പുറത്തേക്ക് എടുത്തുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് പിന്നിലേക്ക്. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് ഘടികാരത്തിന്റെ വിപരീത ദിശയിൽ കഴുത്ത് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ പിന്നിലേക്ക്. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക്. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് പിന്നിലേക്ക്. പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസമെടുത്ത് പിന്നിലേക്ക്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കൈകൾ വീണ്ടും താഴേക്കിടുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി ഈ വ്യായാമം കൊണ്ടുണ്ടായ മാറ്റവും നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം സ്കന്ധസഞ്ചാലനത്തിന്റെ വ്യായാമം. നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ പ്രശ്നമുണ്ടെങ്കിൽ ഈ വ്യായാമം ചെയ്യരുത്. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. വളരെ പതുക്കെ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈകൾ പുറത്തേക്ക് തുറന്നിരിക്കണം. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ കൊണ്ടുവരിക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഈ വ്യായാമം നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ മാറ്റം അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. സ്കന്ധചക്ര അഭ്യാസം ചെയ്യാൻ തയ്യാറെടുക്കുക. ഇനി പതുക്കെ ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും തോളിന്റെ അതേ ഉയരത്തിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ തോളിൽ വയ്ക്കുക. നിങ്ങളുടെ 2 കൈമുട്ടുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുക. ഇനി കൈമുട്ടുകൾ പിന്നിൽ നിന്ന് മുന്നിലേക്ക് കറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ഈ വ്യായാമം 2 തവണ ആവർത്തിക്കാം. ശ്വാസമെടുത്തുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസമെടുത്ത് മുകളിലേക്ക്. പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്.
ഇനി വിപരീത ദിശയിലും ഈ വ്യായാമം 3 തവണ ആവർത്തിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ പൂർണ്ണമായും പിന്നിലേക്ക് തിരിക്കാം. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിൽ നേരെയാക്കാം. നിങ്ങളുടെ കൈകൾ തോളിന്റെ അതേ ഉയരത്തിലേക്ക് നിവർത്തുക. കൈകൾ തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പൂർവ്വസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. ഈ വ്യായാമത്തിന് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ മാറ്റം അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം കട്ടിചാലൻ ക്രിയ. ശ്രദ്ധിക്കുക, നടുവേദനയുള്ളവർ ഈ അഭ്യാസം ശ്രദ്ധാപൂർവം ചെയ്യുക. ആദ്യത്തെ വ്യായാമം നിങ്ങളുടെ അരക്കെട്ട് മുന്നിലേക്കും പിന്നിലേക്കും കുനിക്കുക എന്നതാണ്. പതുക്കെ നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 തൊട്ട് 3 ഫീറ്റ് അകലം വരുത്തുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ നിങ്ങളുടെ 2 കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യസ്ഥാനത്തേക്ക് വരിക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യഭാഗത്തിലേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് മുൻഭാഗത്തേക്ക് വളയ്ക്കുക. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്നതുപോലെ 2 കൈപ്പത്തികളും നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് നടുവിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പിന്നിലേക്ക് വരിക. ഈ വ്യായാമം 2 തവണ ആവർത്തിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യഭാഗത്തിൽ തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് മുന്നിലേക്ക് വളയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരികെ വരിക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് മുന്നിലേക്ക് വളയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ പൂർവ്വസ്ഥാനത്തേക്ക് വരിക. കൈകൾ തോളിന് സമമായി കൊണ്ടുവരിക. കൈപ്പത്തികൾ തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. കാലുകൾ സമപാദത്തിലാക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഈ വ്യായാമത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം കട്ടിചാലൻ അഭ്യാസമാണ്. നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ തോളുകളുടെ അകലത്തിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ തോളുകളുടെ ഉയരത്തിലേക്ക് മുന്നിലൂടെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം വലത്തേക്ക് തിരിക്കുക. വലതുകൈ നേരെ വയ്ക്കുക. ഇടതുകൈ മടക്കിപ്പിടിക്കുക. കണ്ണുകൾ വലതുകൈയിലേക്ക് ആയിരിക്കട്ടെ. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും മധ്യസ്ഥാനത്തേക്ക് തിരികെ വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തേക്ക് തിരിയുക. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ശ്വാസമെടുത്തുകൊണ്ട് പിന്നിലേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക്. നിങ്ങളുടെ അരക്കെട്ടിൽ ഒരു വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച്. ഇനി വിട്ടുകൊണ്ട് പിന്നിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരിച്ചു വരിക. കൈകൾ താഴേക്കിടുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ അഭ്യാസത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. അടുത്ത വ്യായാമം മുട്ടിന്റെ
ചലനക്രിയയുടെ അഭ്യാസം. മുട്ടുകളിൽ വേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യാതിരിക്കുകയോ ശ്രദ്ധയോടെ ചെയ്യുകയോ ചെയ്യുക. ഒരിക്കൽ കൂടി നിങ്ങളുടെ കാലുകൾ തമ്മിൽ തോളുകളുടെ അതേ അകലം പാലിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും നിങ്ങളുടെ തോളുകളുടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ മുട്ടുകൾ മടക്കി ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അന്തിമാവസ്ഥയിൽ നിങ്ങളുടെ തുടകൾ രണ്ടും തറയ്ക്ക് സമാന്തരമായി ഇരിക്കണം. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ അഭ്യാസം വീണ്ടും ആവർത്തിക്കുക. ഇരിക്കുന്ന സ്ഥാനത്തേക്ക് വരിക. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും ആവർത്തിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്കിടുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഇനി വിശ്രമിക്കുക. ഇനി നമ്മൾ യോഗാസനങ്ങൾ അഭ്യസിച്ചു തുടങ്ങാം. ഏറ്റവുമാദ്യം താളാസൻ. ശ്രദ്ധിക്കുക, മുട്ടുകളിൽ വേദനയുള്ളവരും ബാലൻസ് ചെയ്യാൻ കഴിയാത്തവരും ഈ അഭ്യാസം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം പാലിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടെ തോളിന്റെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി കൈകളുടെ വിരലുകൾ തമ്മിൽ കോർത്തുകൊണ്ട് കൈകൾ പുറത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം ബാലൻസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഉപ്പൂറ്റുകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ കാലുകളിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണഗതിയിൽ ശ്വാസമെടുത്തുകൊണ്ട് ആസനത്തിൽ ആയിരിക്കുവാൻ ശ്രമിക്കുക. ഉപ്പൂറ്റി വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. കണ്ണുകളടച്ച് വിശ്രമിക്കുക. താളാസനം നിങ്ങളുടെ ശരീരത്തിൽ സന്തുലിതാവസ്ഥയും ദൃഢതയും പ്രദാനം ചെയ്യുന്നു. കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ ഈ അഭ്യാസം വീണ്ടും ചെയ്യുന്നതാണ്. വലത്തേക്ക് തിരിയുക. കാലുകൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം കൊണ്ടുവരിക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലൂടെ തോളിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി 2 കൈകളും തമ്മിൽ കോർത്തുകൊണ്ട് കൈ പുറത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരിക. ശരീരം ബാലൻസ് ചെയ്യുക. ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ കാൽപാദങ്ങളിൽ ബാലൻസ് ചെയ്യുക. സാധാരണ രീതിയിൽ ശ്വാസമെടുത്തുകൊണ്ട് ആസനത്തിൽ തുടരുക. പതുക്കെ ഉപ്പൂറ്റുകൾ താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ച് വിശ്രമിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ ശവാസനം ചെയ്യുന്നതാണ്. ഇനി നീണ്ടു നിവർന്ന് കിടക്കുക. കാലുകളും കൈകളും തമ്മിൽ ഉചിതമായ ദൂരം പാലിക്കുക. കൈകൾ ആകാശത്തിന്റെ ദിശയിലേക്ക് തുറന്നുവെക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക.
ആഴത്തിൽ നീണ്ട ശ്വാസമെടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ആഴത്തിലുള്ള നീണ്ട ശ്വാസമെടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ആഴത്തിലുള്ള നീണ്ട ശ്വാസമെടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും കണ്ണുകളെക്കുറിച്ചും ജാഗ്രതയുള്ളവരായിരിക്കുക. ഇനി നിശ്ചലമായിരിക്കുക. നിങ്ങളുടെ കാലുകൾ രണ്ടും പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദമോ പ്രഷറോ ഇല്ല. നിങ്ങളുടെ 2 കാലുകളും പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള പിടുത്തമോ സമ്മർദ്ദമോ ഇല്ല. നിങ്ങളുടെ മുട്ടുകളെക്കുറിച്ച് ബോധവാന്മാരാകുക. അവയെ അയച്ച് വിടുക. അവയെ അയച്ച് വിടുക. നിങ്ങളുടെ മുട്ടുകൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തുടകൾ അയച്ചിടുക. അയച്ചിടുക. നിങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. നിങ്ങളുടെ 2 കൈകളും വളരെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൈത്തണ്ടകൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കൈമുട്ടുകൾ പതുക്കെ പതുക്കെ നിശ്ചലം ആയിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ ഒരു തരത്തിലുമുള്ള പിടുത്തമോ സമ്മർദ്ദമോ ഇല്ല. നിങ്ങളുടെ തോളുകളുടെ ഭാഗം അയച്ച് വിടുക. അയച്ച് ഇടുക. നിങ്ങളുടെ ഇടുപ്പിലെ മാംസപേശികളെക്കുറിച്ച് ബോധവാന്മാരാകുക. അവയെ അയച്ചിടുക. അയച്ചിടുക. നിങ്ങളുടെ അരക്കെട്ടിലുള്ള മാംസപേശികൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ ഒരു തരത്തിലുമുള്ള പിടുത്തമോ സമ്മർദ്ദമോ ഇല്ല. നിങ്ങളുടെ വയറ്റിലെ മാംസപേശികളെക്കുറിച്ച് ബോധവാന്മാരാകുക. അവയെ അയച്ച് ഇടുക. അയച്ച് ഇടുക. നിങ്ങളുടെ വയറിലെ മാംസപേശികൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചിലെ മാംസപേശികളെക്കുറിച്ച് ബോധവാന്മാരാകുക. അവയെ അയച്ച് ഇടുക. അയച്ച് ഇടുക. നിങ്ങളുടെ നെഞ്ചിലെ മാംസപേശികൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ ഒരു തരത്തിലുമുള്ള പിടുത്തമോ സമ്മർദ്ദമോ ഇല്ല. ഇനി പതുക്കെ നിങ്ങളുടെ കഴുത്തിലെ മാംസപേശികളെക്കുറിച്ച് ബോധവാന്മാരാകുക. അവയെ അയച്ച് ഇടുക. അയച്ച് ഇടുക. നിങ്ങളുടെ കഴുത്തിലെ മാംസപേശികൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നിങ്ങളുടെ അവബോധം നിങ്ങളുടെ മുഖത്തെ മാംസപേശികളിലായിരിക്കട്ടെ. നിങ്ങളുടെ മുഖത്തെ മാംസപേശികൾ പതുക്കെ പതുക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്, റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ ഒരു തരത്തിലുമുള്ള പിടുത്തമോ സമ്മർദ്ദമോ ഇല്ല. നിങ്ങളുടെ താടിയെല്ല്, നിങ്ങളുടെ ചുണ്ടുകൾ, 2 ചെവികൾ, നിങ്ങളുടെ മൂക്ക്, 2 കണ്ണുകൾ, തിരുനെറ്റി, നെറ്റി, തലയുടെ മുകളിലുള്ള ഭാഗം, തലയുടെ പിന്നിലുള്ള ഭാഗം. അവയെ അയച്ച് ഇടുക, അയച്ച് ഇടുക. ശരീരത്തിന്റെ ഓരോ അവയവത്തെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക. അവ നിശ്ചലമാക്കി വയ്ക്കുക. അവ നിശ്ചലമാക്കി വയ്ക്കുക. ഈ ആസനം പിരിമുറുക്കവും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായകരമാണ്. പതുക്കെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ ചലിപ്പിക്കുക. ഇനി വലത്തേക്കോ ഇടത്തേക്കോ തിരിഞ്ഞുകിടക്കുക. കുറച്ചു സമയം ഇതേ അവസ്ഥയിലായിരിക്കുക. ഇനി പതുക്കെ കൈകളുടെ സഹായത്തോടെ എഴുന്നേറ്റിരിക്കുക. പുറവും കഴുത്തും നേരെയാക്കുക. ഏതെങ്കിലും ഒരു ധ്യാനാത്മക അവസ്ഥയിൽ ഇരിക്കുക. 2 കൈകളും ധ്യാനമുദ്രയിലായിരിക്കട്ടെ. ഇനി സാധാരണഗതിയിലുള്ള ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി മനസ്സിനുള്ളിൽ ഈ ചിന്ത കൊണ്ടുവരിക: എനിക്ക് എന്റെ മനസ്സ് എപ്പോഴും സന്തുലിതാവസ്ഥയിലാക്കി വയ്ക്കണം. അതിലാണ് എന്റെ ആത്മവിശ്വാസം അടങ്ങിയിരിക്കുന്നത്. ഞാൻ എന്നോടുതന്നെയും എന്റെ കുടുംബത്തോടും ജോലി, സമൂഹം, ഈ ലോകം മുഴുവനോടും ശാന്തി, ആനന്ദം, ആരോഗ്യം എന്നിവ പ്രചരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ മാനവിക മൂല്യങ്ങൾ പാലിക്കാൻ പ്രതിബദ്ധനാണ്. ഞാൻ രാജ്യത്തിന്റെ വികസനത്തിനായി പൂർണ്ണമായും സമർപ്പിതനാണ്. കൂടാതെ ഏതൊരു പ്രതികൂല അവസ്ഥയിലും നമ്മളെല്ലാവരും ഒരുമയോടെ നിൽക്കേണ്ടതാണ്. ഇനി ശാന്തി മന്ത്രത്തിനായി നമസ്കാരം മുദ്രയിലേക്ക് വരിക. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു, കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. പതുക്കെ 2 കൈകളും കണ്ണിനു മുകളിൽ വയ്ക്കുക.
ഇനി പതുക്കെ കൈകൾ മാറ്റുക. എന്നിട്ട് കണ്ണുകൾ തുറക്കുക. നിങ്ങളെല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ദിവസം ശുഭമായിരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. യോഗ അപ്രീസിയേഷൻ പ്രോഗ്രാമിലെ ആദ്യത്തെ ദിവസത്തെ വ്യാഖ്യാന വിഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ സെഷന്റെ ആരംഭം നമ്മൾ ഓം ഉച്ചാരണത്തിലൂടെ തുടങ്ങും. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. 2 കൈകളും നമസ്കാര മുദ്രയിലേക്ക്. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഇന്നത്തെ വ്യാഖ്യാന സെക്ഷനിലേക്ക് സ്വാഗതം. യോഗ അപ്രീസിയേഷൻ പ്രോഗ്രാം 4 ദിവസ പ്രോഗ്രാമാണ്. ഇതിലെ ആദ്യ ദിവസം നമ്മൾ യോഗ പരിചയം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. പ്രാക്ടീസ് സെഷനിൽ നമ്മൾ യോഗിക് സൂക്ഷ്മവ്യായാം, താടാസൻ, ശിഥിലീകരണ അഭ്യാസം എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്യാഖ്യാന സെക്ഷൻ ആരംഭിക്കാം. ഇന്നത്തെ വ്യാഖ്യാന സെക്ഷനിലെ വിഷയമാണ് യോഗ പരിചയം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, യോഗ പ്രാചീന ഭാരതീയ പരമ്പരയിലെ ഒരു അമൂല്യ ഉപഹാരമാണ്. ഇത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഐക്യത്തിന്റെ പ്രതീകമാണ്. ചിന്തയുടെയും കർമ്മത്തിന്റെയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ, ആരോഗ്യം, ക്ഷേമം എന്നിവയ്ക്ക് ഒരു സമഗ്ര വീക്ഷണകോണവും പ്രദാനം ചെയ്യുന്നു. യോഗ ജീവിതത്തിലെ എല്ലാ ക്ഷേത്രത്തിലും സദ്ഭാവം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇത് രോഗങ്ങൾ തടയുന്നു, ആരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. യോഗ അനിവാര്യമായും ആത്മീയമാണ്. ആളുകൾ കരുതുന്നത് യോഗ വെറും ആസനം മാത്രമാണ് അല്ലെങ്കിൽ പ്രാണായാമം മാത്രമാണെന്നാണ്. യോഗ അനിവാര്യമായും ഒരു ആത്മീയ ശാസ്ത്രമാണ്. അത് നമ്മെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുന്നു. യോഗ ഒരു തത്വം കൂടിയാണ്. യോഗ ഒരു സൂക്ഷ്മ ശാസ്ത്രമാണ്. യോഗാഭ്യാസം പ്രധാനമായും മനസ്സിനെ കേന്ദ്രീകരിച്ചാണ്. യോഗ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു കലയാണ്. യോഗ ജീവിതത്തിൽ സദ്ഭാവം കൊണ്ടുവരുന്നു. ഇത് യോഗയുടെ പ്രധാന സവിശേഷതകളാണ്. യോഗ എന്ന വാക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, യോഗ എന്ന പദം വരുന്നത് സംസ്കൃത പദമായ യുജിൽ നിന്നാണ്. ഇതിനർത്ഥം ഒരുമിക്കുക, യൂണിയൻ എന്നാണ്. ഒരുമിച്ച് ചേരുക. യോഗ ആത്മാവ് പരമാത്മാവുമായുള്ള സംഗമമാണ്. ഈ സ്ഥൂല ശരീരത്തിന്റെ സൂക്ഷ്മ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. യോഗയുടെ നിർവചനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, യോഗയ്ക്ക് അനേകം നിർവചനങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ യോഗ സമത്വം ആണ്. സമത്വം യോഗുച്യത്തെ, സിദ്ധി അസിദ്ധ്യോ സമോഭത്വ സമത്വം യോഗുച്യത്തെ. അതായത് സിദ്ധിയോ അസിദ്ധിയോ, ലാഭമോ നഷ്ടമോ, ജയമോ പരാജയമോ ആകട്ടെ, ഏതൊരവസ്ഥയിലും നിങ്ങൾ സദ്ഭാവത്തോടെ ഇരുന്നാൽ അതാണ് യോഗ. അതുപോലെ പതഞ്ജലി യോഗ സൂത്രമനുസരിച്ച് യോഗ ചിത്തവൃത്തിയുടെ നിരോധനമാണ്. യോഗശ്ചിത്തവൃത്തി നിരോധഃ, അതായത് മനസ്സിന്റെ വ്യാപാരങ്ങളുടെ നിരോധനമാണ് യോഗ. പതഞ്ജലി യോഗ ചിത്തവൃത്തിയുടെ വിരാമമാണെന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥമാണ്, ചഞ്ചലമായ മനസ്സിനെയും നിങ്ങളുടെ കുറിച്ചിലുകളെയും നിശ്ചലമാക്കിയാൽ നിങ്ങൾക്ക് യോഗ കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൽ എല്ലാം ഒന്നായിത്തീരും. യോഗയിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരുപാട് ഉപായങ്ങളുണ്ട്. അതായത് അഭ്യാസ് വൈരാഗ്യ, ഈശ്വർ പരിധാൻ, ക്രിയായോഗം, അഷ്ടാംഗയോഗം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കടന്നുപോകുന്ന പല പ്രക്രിയകളും വലിയ നേട്ടങ്ങളായി നമ്മൾ കണക്കാക്കാറുണ്ട്. മനസ്സിന്റെ ഈ ചഞ്ചലത, മനസ്സിന്റെ ഈ ഏറ്റക്കുറച്ചിലുകൾ സന്തുലിതമാക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടവും. ഇത് മനുഷ്യനെ അവന്റെ ഉള്ളിലെ തേടലിൽ നിന്ന്, അവന്റെ ഉള്ളിലും പുറത്തുമുള്ള അന്തരത്തിൽ നിന്ന് മുക്തമാക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ നിശ്ചലമാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ആധ്യാത്മിക സാധ്യതയായി മാറാം. ഏതൊരു വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം എന്താണ്? ജീവിതത്തിൽ സന്തോഷവും സമാധാനവും. സന്തോഷം നേടുക, ശാന്തി നേടുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷം വേണമെന്ന് തോന്നിയാലും ശാന്തി വേണമെന്ന് തോന്നിയാലും അതെല്ലാം ക്ഷണികമാണ്. കുറച്ചു സമയത്തിനുള്ളിൽ അത് ദുഃഖമായി മാറുന്നു.
കാരണം നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ പുറത്തുള്ള അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. നമ്മുടെ പുറത്തുള്ള അവസ്ഥകൾ സന്തോഷകരമാണെങ്കിൽ നമ്മൾ സുഖമനുഭവിക്കുന്നു, നമ്മൾ സന്തോഷമനുഭവിക്കുന്നു. എന്നാൽ പുറത്തുള്ള അവസ്ഥ പ്രതികൂലമാണെങ്കിൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു. അതായത് കൂടുതൽ ആളുകളും പുറത്തുള്ള അവസ്ഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അവരുടെ സുഖത്തിനായി. യോഗ ആന്തരിക സുഖത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പുറത്തെ അവസ്ഥ എന്തുതന്നെയാണെങ്കിലും ആന്തരിക അവസ്ഥ ഏറ്റവും സന്തുലിതമാക്കാനാണ് യോഗ പരിശ്രമിക്കുന്നത്. നിങ്ങളിൽ ചഞ്ചലത ഉണ്ടാകുന്നില്ല. ഈ ചിത്തവൃത്തികളുടെ നിരോധനമാണ് യോഗ. നമ്മൾ യോഗയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ എല്ലാ തരത്തിലുള്ള കഷ്ടങ്ങളും, അത് ഭൗതികമായാലും ദൈവികമായാലും ആധ്യാത്മികമായാലും, അതിന്റെ മൂലകാരണമെന്താണ്? അതിന്റെ മൂലകാരണമാണ് അജ്ഞത. കാരണം നമുക്കറിയില്ല എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് സുഖം, എന്താണ് ദുഃഖം, ഏതാണ് വാസ്തവം, ഏതാണ് വാസ്തവമല്ലാത്തത്. അങ്ങനെ നമ്മളിത് മനസ്സിലാക്കിയാൽ, അജ്ഞതയെ ദൂരെ അകറ്റിയാൽ നമുക്ക് എല്ലാത്തരം കഷ്ടതകളിൽ നിന്നും മുക്തി ലഭിക്കും. അത് നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. ഇതിനെ നമ്മൾ മുക്തിയെന്ന്, മോക്ഷമെന്ന്, കൈവല്യമെന്നൊക്കെ പറയുന്നു. യോഗ ഒരു ആധ്യാത്മിക അനുശാസനമാണ്. ഇത് നമ്മെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. മോക്ഷശാസ്ത്രമാണ്. യോഗയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യോഗ വളരെ പുരാതനമാണ്. പുരാതന കാലത്തു നിന്നേ ഉള്ളതാണ്. യോഗയുടെ നിർവചനം വേദിക് കാലങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബുദ്ധയോഗകളിലും, ബൗദ്ധയോഗ് അവരുടെ അഷ്ടാംഗമാർഗത്തില്, ജൈനിസത്തിൽ ജൈനയോഗ് അതിൽ യോഗയെ വർണ്ണിച്ചിട്ടുണ്ട്. സ്മൃതിയിലും പുരാണത്തിലും മഹാകാവ്യത്തിലും, രാമായൺ മഹാഭാരതത്തിലും, അതുപോലെ ഭഗവത്ഗീതയില്. ഭഗവത്ഗീത പൂർണ്ണമായും ഒരു യോഗ ഗ്രന്ഥമാണ്. ഷഡ്ദർശനത്തിൽ സാഖ്യയോഗ്, യോഗയെക്കുറിച്ച് വർണ്ണനവുമുണ്ട്. പതഞ്ജലിയുടെ യോഗസൂത്രം, വേദാന്ത് സമ്പ്രദായത്തിൽ ശങ്കർ, മാധവ്, രാമാനുജൻ, തന്ത്രയോഗം, നാഥ് സമ്പ്രദായം, ഹഠയോഗ് പരമ്പരായങ്ങളിലും മധ്യകാലയളവുകളിൽ ഭക്തിയോഗ്, സൂഫിസം, ആധുനിക സമയങ്ങളിൽ ഹഠയോഗ്, സമകാലീന സമയത്തിൽ യോഗ. ഇങ്ങനെയാണ് യോഗയുടെ ചരിത്രവും യോഗയുടെ വികാസവും സംഭവിച്ചിരിക്കുന്നത്. യോഗയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പ്രധാനമായും 4ആയി വിഭജിക്കാം. ഭക്തിയോഗ്, ജ്ഞാൻ യോഗ്, കർമ്മയോഗ്, ധ്യാൻ യോഗ്. ഇത് യോഗയുടെ 4 വിഭാഗങ്ങളാണ്. ക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കാം, ഇവയുടെ പേരും വ്യത്യസ്തമാണ്. എന്നാൽ ഇവയുടെ ലക്ഷ്യം ഒന്നുതന്നെയാണ്. അതായത് ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മാവിനെ പ്രാപിക്കാൻ 4 മാർഗങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, മോക്ഷം ലഭിക്കാൻ 4 മാർഗങ്ങളുണ്ട്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈശ്വരനോടുള്ള ഭക്തി മൂലം നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയും. ഭക്തി എന്നാൽ എന്താണ്? ഭക്തി എന്നാൽ ഈശ്വരനോടുള്ള പരമമായ സ്നേഹമെന്നാണ്. ഭക്തിയുടെ പല തരങ്ങൾ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അവയാണ് ശ്രവണം, കീർത്തനം, വൈഷ്ണവ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഈശ്വരനാമം ജപിക്കുക, സ്മരിക്കുക, അർച്ചന ചെയ്യുക, വന്ദനം ചെയ്യുക, സാഖ്യഭാവനം, അവിടുത്തെ പാദത്തിലെ ധൂളിയായിരിക്കുക, അതുപോലെ സർവവും ഈശ്വരനിൽ അർപ്പിക്കുക. ജ്ഞാനയോഗ എന്നാൽ സ്വയം അറിയുക എന്ന ശാസ്ത്രമാണ്. ജ്ഞാനയോഗയെ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്ത്, മുമുഷ്കുത്ക. എങ്ങനെയാണ് സ്വയം വിവേകം പ്രാപിക്കാൻ കഴിയുക? എങ്ങനെയാണ് വൈരാഗ്യഭാവം എടുക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും സംയമനം പാലിക്കാൻ കഴിയുക? ഇവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതിതാണ്, എങ്ങനെയാണ് നിങ്ങളിൽ മോക്ഷത്തിനെക്കുറിച്ചുള്ള തീവ്ര അഭിലാഷം ഉണ്ടാകുന്നത്? അപ്പോൾ ഈ 4 ഉപാധികൾ ജ്ഞാനയോഗ സാധന പ്രധാനമായും ജ്ഞാനം പ്രാപിക്കുന്നതിൽ നിർഭരമാണ്. അങ്ങനെ ഇവിടെ ജ്ഞാനം പ്രാപിക്കുക, അതായത് ഞാൻ ആരാണ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്, എങ്ങനെയാണ് എനിക്ക് വിവേകം പ്രാപിക്കാനാകുക, എങ്ങനെയാണ് ഞാൻ വൈരാഗ്യം പാലിക്കാനാകുക, ഇതിലൂടെ എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കാനാകുക. ഇനി നമുക്ക് സംസാരിക്കാം കർമ്മയോഗയെക്കുറിച്ച്. കർമ്മയോഗയുടെ മുഖ്യഗ്രന്ഥം ഭഗവത്ഗീതയാണ്, ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ കർമ്മയോഗയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്? നമ്മൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം. അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുക എന്നതാണ്. കൂടുതൽ ആളുകളും കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ കർമ്മം ഞാൻ ചെയ്താൽ എനിക്ക് ഈ ലാഭം ലഭിക്കും, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്താൽ എനിക്ക് ഈ ലാഭം ലഭിക്കും. കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാൽ നമ്മളത് ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുക എന്നതാണ്. നമ്മൾ ഈശ്വരന് പുഷ്പം അർപ്പിക്കുന്നത് പോലെ തന്നെ കർമ്മവും ഈശ്വരന് അർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയും നമുക്ക് മോക്ഷം പ്രാപിക്കാം, നമ്മൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്താൽ. അടുത്ത മാർഗമാണ് ധ്യാനയോഗ. ധ്യാനം ചെയ്തുകൊണ്ടും നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും, മോക്ഷം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ യോഗയുടെ 4 പാരമ്പര്യങ്ങളും വേദാന്ത പാരമ്പര്യങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. നമുക്ക് സാഖ് യോഗ പാരമ്പര്യത്തെക്കുറിച്ച് പറയാം. പതഞ്ജലി യോഗയും ഇതിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാഖ്യയോഗ ഒരു തത്വം കൂടിയാണ്. ഇതിൽ പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്.
പുരുഷൻ ഇവിടെ ചൈതന്യമാണ്, പ്രകൃതി ജഡമാണ്. ഇവിടെ പുരുഷ്, പ്രകൃതി എന്നിവ സംഗമിച്ചുകൊണ്ടാണ് ഈ ലോകത്തിന്റെ തന്നെ രചന നടന്നിരിക്കുന്നത്. അതായത് മനുഷ്യൻ പ്രകൃതിയുമായി ചേർന്നിരിക്കുമ്പോൾ ഈ ലോകം തന്നെ ചേർന്നിരിക്കും. അതായത് മനുഷ്യൻ സ്വന്തം രൂപത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അയാൾ മുക്തനാകുന്നു. പതാഞ്ജൽ യോഗ് ഇതിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ യോഗയിൽ കുണ്ടലിനി യോഗ്, ഇതിൽ ചക്രങ്ങളുടെ പാഠങ്ങളുണ്ട്. ശിവന്റെയും ശക്തിയുടെയും ചേരലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹഠയോഗുണ്ട്, ഹഠയോഗ ഗ്രന്ഥമുണ്ട്. ഇതിൽ സൂര്യനാഡി, ചന്ദ്രനാഡി ഇവയുടെ ചേരലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർബന്ധിത യോഗയല്ല. ഇത് ഹഠയോഗയുടെ അർത്ഥം സൂര്യനാഡി, ചന്ദ്രനാഡിയുടെ ചേരൽ, ഹ ഠ. ഇതുകൂടാതെ അവേദ പാരമ്പര്യങ്ങളായ ജൈനയോഗ, ബൗദ്ധയോഗ എന്നിവയുടെ വർണ്ണനയും നടന്നിട്ടുണ്ട്. ഇത് വളരെ പ്രസിദ്ധവുമാണ്. ജൈനയോഗയിൽ സത്കാര്യവാദത്തെക്കുറിച്ചും അനികാന്തവാദത്തെക്കുറിച്ചുമുള്ള കോൺസെപ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അതേസമയം ബുദ്ധിസത്തിൽ നമ്മുടെ പതാഞ്ജലി യോഗയിൽ അഷ്ടാംഗയോഗയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ബുദ്ധിസത്തിൽ ആര്യ അഷ്ടാംഗിക് മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂർവ്വവേദകാലത്തിൽ യോഗാഭ്യാസം നടന്നുകൊണ്ടിരുന്നെങ്കിൽ കൂടിയും മഹാൻ ഋഷി മഹർഷി പതഞ്ജൽ യോഗസൂത്രം വഴി ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗാഭ്യാസവും അതിന്റെ അർത്ഥവും അതിനെ സംബന്ധിച്ച അറിവും വ്യവസ്ഥിതമാക്കി. പാതഞ്ജല യോഗസൂത്രം യോഗയുടെ തത്വം, സിദ്ധാന്തങ്ങൾ, അവയുടെ രീതികൾ എന്നിവ വ്യവസ്ഥാപിക്കുകയും അവ ഇന്നും പാലിച്ചു പോരുകയും ചെയ്യുന്നു. അപ്പോൾ പാതഞ്ജല യോഗസൂത്രപ്രകാരം യോഗയ്ക്ക് 8 അംഗങ്ങളുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവയാണ് യം, നിയം, ആസൻ, പ്രാണയാം, പ്രത്യാഹാർ, ധാരണ, ധ്യാൻ, സമാധി. ഇതിൽ യമ്മിൽ അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. നിയമിൽ ഷോച്ച്, തപ്, സന്തോഷ്, സ്വാധ്യായ, ഈശ്വർ പരിധാം. ആസൻ അതായത് സ്ഥിർ സുഖം ആസനം, അതായത് നിങ്ങൾ നിശ്ചലരായിരിക്കുക, സുഖിയായിരിക്കുക, ആസനത്തിലായിരിക്കുക. പ്രയത്ന ശൈതല്യ അനന്ത സമാപ്തി, അതായത് നിങ്ങളുടെ പ്രയത്നങ്ങൾ ശിഥിലമാക്കിക്കൊണ്ട് മാത്രമേ അനന്തതയിലേക്ക് എത്തുവാൻ സാധിക്കൂ. ഇവയ്ക്ക് മാത്രമേ നിങ്ങളുടെ സംഘർഷങ്ങളെ ദൂരെ അകറ്റാൻ സാധിക്കൂ. പ്രാണയാമം. ഇതിനുശേഷം തസ്മിൻ സത്തി ശ്വാസ പ്രാശ്വസയോ ഗതിവിച്ഛേദ പ്രാണയാമ. ശ്വാസനിശ്വാസങ്ങളുടെ ഗതിയിലുള്ള വിച്ഛേദമാണ് പ്രാണയാമം. പ്രത്യാഹാർ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇതാണ് പ്രത്യാഹാർ. ധാരണ, നിങ്ങളുടെ ചിന്തയെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കേന്ദ്രീകരിക്കുക എന്നതാണ് ധാരണ. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറപ്പിക്കുക എന്നതാണ് ധാരണ. ഇത് നമ്മളെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മെ അൾട്ടിമേറ്റ്ലി സമാധിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ പരമലക്ഷ്യമാണ്, അതിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാണ് 8 അംഗങ്ങൾ. ഇവ നമ്മൾ കൃത്യമായി പാലിച്ചാൽ അല്ലെങ്കിൽ ഫോളോ ചെയ്താൽ ഇത് നമ്മെ സമാധിയിലേക്ക് കൊണ്ടുപോകും. യോഗയുടെ പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തി ആണെങ്കിൽ കൂടിയും യോഗ ചെയ്യുന്നത് വഴി ആരോഗ്യകരമായ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ഇത് ആരോഗ്യത്തിനും വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഏതൊരു തരത്തിലുള്ള യോഗസാധനയ്ക്കും ചില നിബന്ധനകളുണ്ട്. യം, നിയം എന്നിവ പാലിക്കണം. യുക്താഹാർ, മിതാഹാരം എന്നിവ പാലിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആസൻ, പ്രാണയാം, സമാധി എന്നിവയിലേക്ക് എത്താൻ സാധിക്കുക. ഇനി യോഗാഭ്യാസം എങ്ങനെ ചെയ്യാം? യോഗയിൽ ആദ്യമായി ചെയ്യേണ്ടത് ശോധനയാണ്. ഹഠയോഗയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം കാണാം. ഇതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ശോധന അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് ഇതിനർത്ഥം. ഇതിൽ ആഹാരവിധാനവും ഉൾപ്പെടും. അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക ശുദ്ധി, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്നും ഇതിൽ ഉൾപ്പെടും. അത് ശുദ്ധവും സാത്വികവും ആരോഗ്യദായകവുമായിരിക്കണം. അത്തരം ആഹാരമാണ് കഴിക്കേണ്ടത്. അതിനുശേഷം ആസൻ അല്ലെങ്കിൽ ശാരീരിക സംശോധന ചെയ്യുക. ശരീരത്തെ ട്രാൻസ്ഫോം ചെയ്യുക. ഇനി നമുക്ക് ആസനം ചെയ്യാം. ഇനി നമ്മൾ ശ്വാസ സംശോധന ചെയ്യും പ്രാണയാമം വഴി. അതുകൂടാതെ വിശ്രമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ഏകാഗ്രത, ഇത് പാലിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ സംശോധന ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ പെരുമാറ്റവും സംശോധന ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇനി യോഗക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത്? യോഗക്രിയകളായ ആസനം, പ്രാണയാമം, ധ്യാനം എന്നിവ നമ്മുടെ അന്തഃസ്രാവി ഗ്രന്ഥികളെ, അതായത് എൻഡോക്രൈൻ സിസ്റ്റംസിനെ, അതുപോലെ നെർവസ് സിസ്റ്റം, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എന്നിവയെ ഇത് സന്തുലിതമാക്കുന്നു. മനസ്സിനെയും ശരീരത്തെയും സന്തുലിതമാക്കുന്നു. മനസ്സിനെ ശാന്തമാക്കുന്നു. ശരീരത്തെ നിശ്ചലമാക്കുന്നു. അതുപോലെ സന്തോഷകരമാക്കുന്നു. അങ്ങനെ നമ്മൾ ആരോഗ്യവും സദ്ഭാവവും പ്രാപ്തമാക്കുന്നു. യോഗ പിരിമുറുക്കം കുറയ്ക്കുന്നു. യോഗ വഴി സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇത് മെറ്റബോളിസത്തെയും ബാലൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു. ക്വാളിറ്റി സ്ലീപ്പ്, അതായത് ഇടയ്ക്കിടെ മുറിയാതെയുള്ള ഉറക്കം ലഭിക്കുന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലൊരു സമന്വയം, ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്നു. അതുപോലെ നിങ്ങളുടെ ചിന്തയും പോസിറ്റീവാകുന്നു, സക്രിയാത്മകമാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് സക്രിയാത്മകമായ ആരോഗ്യവും ക്ഷേമവും ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു എന്താണ് യോഗ, യോഗയുടെ നിർവചനം എന്താണ്, യോഗയുടെ മഹത്വം എന്താണ്, യോഗയുടെ ചരിത്രം, യോഗയുടെ വികസനം എങ്ങനെ സംഭവിച്ചു, യോഗയ്ക്ക് എത്ര വിധങ്ങളുണ്ട്, യോഗ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. നന്ദി.